കള്ളാടി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന്റെ ആനക്കാമ്പൊയിൽ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആശങ്കയൊന്നുമില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ സുരക്ഷ മുൻനിർത്തി തൊഴിലാളികളെ താമസ സ്ഥലങ്ങളിൽ നിന്ന് ലേബർ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഇടത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാതയുടെ തുരങ്ക നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇവിടെ നിന്നായിരുന്നു. വലിയ ആഘോഷപൂർവ്വമായിരുന്നു ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് തുടങ്ങിയ ശേഷം ആ മാസങ്ങൾ പിന്നിടുമ്പോൾ കാര്യമായി പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു വശത്തെ തുരങ്കം ഏതാണ്ട് 100 മീറ്ററോളം തുറന്നിരിക്കുന്നു. ഇടതുവശത്തേത് ഏതാണ്ട് 20 മീറ്ററിനടുത്താണ് തുറന്നിരിക്കുന്നത്. ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയാണ് തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാക്കും. വയനാട് ദുരന്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ വളരെ വിശദമായ സുരക്ഷാ പരിശോധനകൾ ഇവിടെയും നടത്തുന്നുണ്ട്. വയനാട്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഈ ആനക്കാമ്പൊയിലിൽ ഈ തുരങ്കം ആരംഭിക്കുന്ന ഇടത്ത് ഉള്ളത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട്ടിൽ നിന്നും വിഭിന്നമായി ഇവിടെ മണ്ണിന്റെ കനം കുറവാണ്. മറിച്ച് പാറ കഷ്ണങ്ങളിലേക്ക് തന്നെ അല്ലെങ്കിൽ പാറയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ കോൺക്രീറ്റ് നിർമ്മിതിയുള്ളത്. അവിടെ നിന്നും ആണ് താഴേക്ക് കാര്യങ്ങൾ വരുന്നത്. മറ്റ് രണ്ട് വശത്താണെങ്കിൽ പോലും മണ്ണിന്റെ കനം വലുതായില്ല. ഒപ്പം വയനാട്ടിൽ നിന്ന് വിഭിന്നമായി ഒരുപാട് മണ്ണും മറ്റ് സാമഗ്രികളുമൊന്നും കൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമില്ല. പാറക്കല്ലുകളും മറ്റുമൊക്കെ ഈ തുരങ്കത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ അത് പുറത്തേക്ക് എത്തിക്കുകയും പിന്നീട് ക്രഷറിലേക്ക് കൊണ്ടുപോവുകയും അത് നിർമ്മാണ സാമഗ്രിയായി തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഒപ്പം അവശേഷിക്കുന്ന പാറക്കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഇത്തരം സാമഗ്രിയായി മാറുന്നവ വയനാട്ടിലെ നിർമ്മാണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യവും വലിയ തോതിൽ മണ്ണ് കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിൽ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനിയുടെ പ്രതിനിധിയായ പവൻ നമുക്കൊപ്പമുണ്ട്. വയനാട്ടിലെ വലിയൊരു ആശങ്കയാണ് വരുന്നത്. പക്ഷേ ഇവിടെ താരതമ്യേന സുരക്ഷിതമെന്ന് കരുതാം ഈ ഘട്ടത്തിൽ, അല്ലേ? ഇവിടെ മണ്ണ് നല്ല ഉറപ്പാണ്, ഇവിടെ പാറയും നല്ല ഉറപ്പാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല, നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ തൽക്കാലം പണി മാത്രം നിർത്തി വെച്ചിട്ടുള്ളൂ. മഴയിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് പണിക്കാരൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നത്. പണി ഇവിടെ ഒന്നും പ്രശ്നമില്ല. ഇതിപ്പോൾ ഒരെണ്ണം 100 മീറ്ററിന്റെ അടുത്തായെന്ന് തോന്നുന്നു, അല്ലേ? 100 മീറ്ററിന്റെ അടുത്തായി. ഒരെണ്ണം 100 മീറ്ററിന്റെ അടുത്തായി, ഇത് ഒരെണ്ണം 20 മീറ്ററിന്റെ അടുത്തായി. ഈ മണ്ണ് കുറവാണെന്ന് തോന്നുന്നു മുകളിലല്ലേ? പാറയാണ് കൂടുതലുള്ളത്? പാറയാണ് കൂടുതലുള്ളത്. ഇവിടെ മണ്ണ് കുറവാ, മണ്ണ് കുറവേ ഉള്ളൂ. അതുകൊണ്ട് മണ്ണ് ഒന്നും ഉറപ്പുള്ള മണ്ണാണ്. അതുകൊണ്ട് ഇവിടെ ഒരു വിഷയമില്ല. അല്ല, പാറയിൽ നിന്നാണ് ഈ കോൺക്രീറ്റ് വന്നിരിക്കുന്ന, പാറയിൽ നിന്നാണ്, അല്ലേ? പാറയാണ്, ഇവിടെ കോൺക്രീറ്റ് ഒക്കെ പാറയാണ്. വയനാട്ടിൽ ഈ സുരക്ഷാ ഭിത്തി അടക്കം പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ അങ്ങനെ അവിടെ മണ്ണാണ്, അതുകൊണ്ട് അത് ചെറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പാറയാണ് ഫുള്ളും. ഇവിടെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളോ വല്ലതൊക്കെ ഉണ്ടോ? തൊഴിലൊക്കെ സാറിനൊക്കെ അടക്കണം, പ്രശ്നമൊന്നുമില്ല. തൽക്കാലം അഡ്വാൻസ് ആയിട്ട് പണിക്കാരെ മാറ്റി വെച്ചിരിക്കുന്നു. അവരൊക്കെ അവിടെ ഈ കണ്ടെയ്നർ വീടുകളിൽ തന്നെ ആയിരുന്നു? അവിടെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ക്യാമ്പായിരുന്നു. ഇപ്പോൾ വേറെ വഴിക്ക് കൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലം 1 കിലോമീറ്ററിന്റെ അടുത്ത് മാറ്റി വെച്ചിരിക്കാം. എല്ലാ പരിശോധനകളും കൃത്യമായി നടക്കുന്നു? ആ പരിശോധനകളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. ടെസ്റ്റുകളൊക്കെ പണിക്കാർക്ക് ടെസ്റ്റൊക്കെ കൊടുത്തിരിക്കുന്നു, ക്ലിയർ ആയിരുന്നു. നമുക്കിപ്പോൾ പഞ്ചായത്ത് അംഗമുണ്ട്. വലിയ ആശങ്കയാണ് വയനാട്ടിൽ വരുന്നത്. നിങ്ങളൊക്കെ കൃത്യമായി ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, അല്ലേ? എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ടണലുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഭീഷണികളൊന്നുമില്ല. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ കരിമ്പാറയിൽ നിന്നാണ് പണി ആരംഭിച്ചിരിക്കുന്നത്. പണി നടക്കുന്നിടത്ത് വേറെ ഇടിയാനോ ഒന്നും സാധ്യതകളില്ല. പാറയിൽ നിന്ന് തന്നെ ആരംഭിച്ചതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വയനാട് പോലത്തെ ഒരു മണ്ണല്ല ഇവിടെയുള്ള മണ്ണ്. ഇവിടെ കല്ലും മണ്ണും നിറഞ്ഞ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രദേശമാണുള്ളത്. പിന്നെ തൊട്ടടുത്ത് ലേബറിനൊക്കെ ഉണ്ടാക്കാൻ വെച്ച ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ ഇത് കൊടുക്കാതെ 1-2 ക്യാമ്പുകൾ ഉണ്ടാക്കിയത് മണ്ണിന്റെ മണ്ടയിലാണ്. അത് ചിലപ്പോൾ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ അവരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ 1-2 ആശങ്കകൾ മാത്രമേ ഇവിടെയുള്ളൂ. അല്ലാതെ ഇവിടുത്തെ ലേബർ ക്യാമ്പുകളായിട്ടും ആ ലേബറിനെ മണ്ണിടിഞ്ഞു പോകാനുള്ളിടത്തുനിന്നും അല്ലാത്ത ക്യാമ്പുകളിൽ നിന്നെല്ലാം ഇന്ന് മാറ്റി മുത്തപ്പമ്പുഴയുള്ള സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു മറ്റൊരു തീരുമാനം എത്തുന്നത് വരെ പണി ഉണ്ടാവില്ല, അല്ലെ? അങ്ങനെയാണല്ലോ സർക്കാർ. അങ്ങനെയല്ല, ഇത് കളക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം ഇത് പണി നിർത്തിവെക്കണം എന്നൊരു ഓർഡർ പ്രകാരം നിർത്തിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ദൂരെ നോക്കിയാൽ കാണാം ഈ ക്യാമ്പിൽ നിന്നും ജോലിക്കാർ, അല്ലെ, അവര് താൽക്കാലികമായി അവിടെ താമസിച്ചെടുത്തു നിന്നും മറ്റ് ഇടത്തേക്ക് പോവുകയാണ്. താൽക്കാലികമായി ജോലി നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. പഠനങ്ങൾ കഴിഞ്ഞ ശേഷം ഈ നിർമ്മാണം പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ആശങ്കയുണ്ടോ ഈ നിർമ്മാണം അനിശ്ചിതമായി നീണ്ടുപോകുമെന്ന്? നിർമ്മാണം അനിശ്ചിതമായിട്ട് നീളാനുള്ള സാധ്യതകൾ കുറവാണ്. ഇതിപ്പം സാധാ പഠനങ്ങൾ നടന്നാൽ തന്നെ മനസ്സിലാകുന്നതേ ഉള്ളൂ.
ഇവിടെ വലിയൊരു ഭീകരമായ പ്രശ്നങ്ങളോ പശ്ചാത്തലങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത്, ഈ വയനാട് തുരങ്കപാത ഈ നാടിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇന്നത്തെ വയനാട് ചുരത്തിൻ്റെ സാഹചര്യമൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഒരു 100 സെൻറ്റിമീറ്ററോ 200 സെൻറ്റിമീറ്ററോ കട്ടിയായ ഒരു മഴ പെയ്താൽ അവിടെ നാളെ അവശേഷിക്കുമോ എന്ന് പോലും ഇന്നത്തെ ചുരത്തിൻ്റെ സ്ഥിതി നമുക്ക് പറയാൻ കഴിയില്ല. ആകെയുള്ള ഒരാശങ്ക DBL കമ്പനി വരുത്തിയ ഈ ഇവിടുത്തെ ലേബർ ക്യാമ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മണ്ണ് കട്ട് ചെയ്ത് മാറ്റേണ്ടതും അങ്ങനെയുള്ള ഒരു ചെറിയ ഇത് മാത്രമേ ഉള്ളൂ. അത് അവർ ആ വർക്ക് ആരംഭിക്കാൻ വേണ്ടി കാണിച്ച സ്പീഡ് കൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് അതുണ്ടായത് എന്നാണ് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. തൊട്ടടുത്ത കാലങ്ങളിൽ അതെല്ലാം വേണ്ട രീതിയിൽ ചെയ്ത് ഞങ്ങൾ ക്രമീകരിച്ചോളാം എന്നാണ് അവർ ഞങ്ങൾക്ക് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതിവാദികളൊക്കെ രംഗത്തെത്തിക്കഴിഞ്ഞു. ഈ പാത തന്നെ അനാവശ്യമാണ്, ഇങ്ങനൊരു തുരങ്കം വയനാടിന്റെ കുറുകെ മുറിച്ചുകൊണ്ട് ആവശ്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ പ്രചാരണം വരികയാണ്. ഈ ഒരു അപകടം അവരുടെ വാദങ്ങൾക്ക് ഇച്ചിരി ബലം കൊടുക്കാൻ കാരണമായോ? അത് ഒരു കാരണവശാലും ആ വാദങ്ങൾക്ക് വലിയൊരു കഴമ്പുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഹിമാചലിലും ജമ്മു കാശ്മീരിലും ഒക്കെ ഉണ്ടാക്കിയ ടണലുകൾ നമ്മൾ പോയി കണ്ടവർക്ക് അത് മനസ്സിലാവും. നമ്മൾക്കറിയാം, ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി എയർപോർട്ടിനടിയിൽ കൂടെ മെട്രോയുടെ റെയിൽവേ ട്രാക്ക് പോയിരിക്കുന്നത് ഇന്ദിരാഗാന്ധി എയർപോർട്ടിനടിയിൽ കൂടെ. കാലത്തിന്റെ ആവശ്യകതയാണിത്. ഇതാണ് ഏറ്റവും സുരക്ഷിതം. ഏത് മലകൾക്ക് ഇടിച്ചിലുണ്ടായാലും തുരങ്കപാതയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. ഒരു കാരണവശാലും ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകേണ്ടത് നാടിന്റെ ആവശ്യവും കാലത്തിന്റെ ആവശ്യവുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അത് തന്നെയാണ്, വിമർശനങ്ങൾ വലിയ തോതിൽ ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പരിസ്ഥിതിക്ക് ചേരുന്ന തരമുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുമ്പോഴും സുരക്ഷിതമാണ് ഈ പാത എന്നതാണ് ഈ അധികൃതർ പറയുന്നത്. ഒരു തരത്തിലുമുള്ള കാലാവസ്ഥാ പ്രതികൂലതയും ഇതിനെ ബാധിക്കില്ല. അല്ലെങ്കിൽ മലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഈ തുരങ്കത്തിനുള്ളിൽ ഒന്നും സംഭവിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതിനുദാഹരണമായി അടൽ ടണൽ അടക്കമുള്ള നിർമ്മിതികൾ, കൊങ്കൺ റെയിൽവേ കിലോമീറ്ററുകളോളം ദൈർഘ്യത്തിലാണ് ഈ തുരങ്കം നിർമ്മിച്ചത്. ഒപ്പം ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്നും മെട്രോയുടെ ഒക്കെ കാര്യങ്ങൾ ഒക്കെ ഇവർ പറയുന്നു. അങ്ങനെ ലോകത്ത് പലയിടങ്ങളിലും വിജയിച്ച ഒരു രീതിയാണ് ഈ ടണൽ നിർമ്മാണം അല്ലെങ്കിൽ തുരങ്ക നിർമ്മാണം. തുരങ്കത്തിന് ഉള്ളിൽ കൂടി ഗതാഗത മാർഗങ്ങളും ആളുകൾക്കുമൊക്കെ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് സുരക്ഷിതമായി തന്നെ ലോകത്ത് അംഗീകരിച്ച ഒരു മാർഗമാണ് എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ തന്നെ കാണാം, വലിയ വ്യാസത്തിലാണ് ഈ തുരങ്കമുണ്ടായിരിക്കുന്നത്. വലിയ ഒരു തോതിലുള്ള വാഹനങ്ങൾക്കും ഒക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടെയാണ് ഈ തുരങ്കപാത നിർമ്മിച്ചത്. കൃത്യമായ ഇടവേളകളിൽ നിർത്തുന്നതിനും മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും വൈദ്യുതി സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്ന തരത്തിലാണ് ഈ തുരങ്കം നിർമ്മിക്കുന്നത്. എന്തായാലും ഒരു സ്വപ്ന പദ്ധതി എന്ന് ആ തരത്തിൽ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ തുടക്ക ഭാഗം നിർമ്മാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുവശത്തുള്ള ആശങ്കകളൊക്കെ പൂർണ്ണമായും ദൂരീകരിക്കും. ഒപ്പം ഈ താൽക്കാലികമായി ഉണ്ടായ തടസ്സങ്ങൾ നീക്കപ്പെടും എന്ന പ്രതീക്ഷയിലാണ്. ഇവിടെയാണെങ്കിൽ തന്നെ ലേബർ ക്യാമ്പുകൾ ഇതിന് സമീപം ഉണ്ടായിരുന്നു. അത് മണ്ണൊക്കെ ഉള്ള സ്ഥലത്തോട് ചേർന്ന് ആയിരുന്നു എന്നതാണ് ഒരു ആശങ്കയായി നേരത്തെ പഞ്ചായത്ത് അംഗമടക്കം ചൂണ്ടിക്കാണിച്ചത്. അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല. സമീപത്ത് തന്നെ ഈ മുത്തപ്പൻ പുഴയോട് ചേർന്നുള്ള ഒരു പാലം നേരത്തെ വർഷകാലത്ത് ഒലിച്ചു പോയിരുന്നു. അവിടെയും പാല നിർമ്മാണത്തിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു തടസ്സവുമില്ലാതെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും അധികൃതരുമൊക്കെ ഉള്ളത്. ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ തുരങ്ക നിർമ്മാണം അവസാനിപ്പിക്കരുത് എന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. യെസ്, തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ച് ഏതാണ്ട് 100 മീറ്റർ മാത്രമാണ് നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് പോയത്. അപ്പോഴാണ് ഈ ദുരന്തമുണ്ടായത്. നേരത്തെ ഈ അപകടമുണ്ടാകുന്ന സമയത്തടക്കം പരിസ്ഥിതി പ്രവർത്തകർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നതാണ് പ്രത്യേകം. അതായത് മറ്റിടങ്ങളിലെ തുരങ്ക പദ്ധതികളുമായി വയനാട്ടിലെ തുരങ്ക പദ്ധതിയെ താരതമ്യം ചെയ്യരുത്. അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത, ഭൂമിയുടെ ഘടന, കാലാവസ്ഥ, മഴയുടെ ലഭ്യത, ഇക്കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചത്. അനീഷ്, ഇതിലിപ്പോൾ സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കും. അതായത് പാരിസ്ഥിതിക അനുമതി ലഭിച്ചപ്പോഴുള്ള നിബന്ധനകൾ ഈ നിർമ്മാണ കമ്പനി പാലിച്ചിട്ടുണ്ടോ, മറ്റ് സാങ്കേതികമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതിലും പരിശോധനയുണ്ടാകും എന്നാണ് അനീഷ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച്. ഈ ലേബർ ക്യാമ്പുകളിലേക്കൊക്കെ തൊഴിലാളികളെ മാറ്റുന്നു. തീർച്ചയായും ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസത്തെ നഷ്ടം എന്നത് പോലും കോടികളുടെ നഷ്ടമാണ് വരാൻ പോകുന്നത്. അത്രയധികം തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ നഷ്ടമാകുന്നു. യന്ത്ര സാമഗ്രികളുണ്ട്, ടെക്നോളജിയുണ്ട്. അങ്ങനെയെല്ലാം കണക്കിലാക്കുമ്പോൾ
എന്താണ് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണാണ് അപകടത്തിന് കാരണമായത് എന്നും അതല്ല അവിടേക്ക് മണ്ണിടിച്ചിലുണ്ടായി എത്തിയ മണ്ണ് ആണ് പിന്നീട് രണ്ടും ചേർന്നാണ് ഈ അപകടമുണ്ടായത് എന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണല്ലോ അനീഷ്. തീർച്ചയായും ഈ നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കുന്ന കൊങ്കൺ റെയിൽവേയെ സംബന്ധിച്ചൊക്കെ വലിയ നഷ്ടം വരുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ അനിശ്ചിതമായ നിർമ്മാണം നിർത്തിവെക്കുന്നത്. നിരവധി തൊഴിലാളികളാണ്, ഏതാണ്ട് 500-നടുത്ത് തൊഴിലാളികൾ ഈ ആനക്കാംപൊയിൽ ഭാഗത്ത് മാത്രം ജോലി ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രാദേശിക മേഖലയുടെ ഒരു സാമ്പത്തിക നില തന്നെ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് ഈ തുരങ്ക നിർമ്മാണം മാറുന്ന ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി വയനാട്ടിൽ ദുരന്തമുണ്ടാവുകയും അതിനോടൊപ്പം തന്നെ ആനക്കാംപൊയിലിലെ തുരങ്ക നിർമ്മാണവും നിർത്തിവെച്ചിരിക്കുന്ന ഒരുപാട് സാങ്കേതിക വിദഗ്ധരടക്കം വലിയ ഉപകരണങ്ങളൊക്കെ അടക്കം വേണ്ട ഒരു ജോലിയും കൂടിയാണ് ഈ തുരങ്ക നിർമ്മാണം. പക്ഷേ നമുക്കറിയാം, ആശങ്കകൾ ഉയർന്നു വരുമ്പോൾ അത് ദൂരീകരിച്ച് മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ആർക്കും കഴിയുകയുള്ളൂ. പ്രത്യേകിച്ചും ഇവിടെ ഈ ഇന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നതാണ് ഈ തുരങ്ക പദ്ധതിയെക്കുറിച്ച്. അന്നും ഇന്നും അവരുടെ ഒരു വാദം പ്രധാനമായും കൃത്യമായ ഒരു പഠനം കൂടാതെ അല്ലെങ്കിൽ ഈ പാരിസ്ഥിതിക പഠനമൊക്കെ വളരെ വിശദമായി നടത്താതെ തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഒപ്പം നിയമപരമായ പല പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട് എന്നൊക്കെയുള്ള വിമർശനം പരിസ്ഥിതിവാദികളും ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ സമഗ്രമായി സർക്കാർ പരിശോധിച്ച ശേഷം മാത്രമേ ഇനി ഈ തുരങ്ക നിർമ്മാണ പദ്ധതി പുനരാരംഭിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലാവുകയും ചെയ്ത്. രാജ്യത്തെ അറിയപ്പെടുന്ന ഈ തുരങ്ക നിർമ്മാണ വിദഗ്ധരായ ആളുകൾ, ജിയോളജിസ്റ്റുകൾ, മറ്റ് പരിസ്ഥിതി വിദഗ്ധർ തുടങ്ങിയവരുടെയൊക്കെ ഒരു പാനലാവും സർക്കാർ ഉണ്ടാക്കാൻ പോകുക. ആ സമിതി ഈ രണ്ടിടങ്ങളും വിശദമായി തന്നെ പരിശോധിക്കും. ഒപ്പം ഈ ചൂരൽമലയിലടക്കം നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലുകൾ, മണ്ണിടിച്ചിലുകൾ എന്നിവയൊക്കെ പ്രത്യേകം പരിശോധിക്കുകയും ആ മണ്ണിടിച്ചിലുമായി ഈ തുരങ്ക നിർമ്മാണത്തിന് ഏത് തരത്തിൽ ബന്ധപ്പെടും, അല്ലെങ്കിൽ ഇത്തരം ഈ തുരങ്ക നിർമ്മാണം ഉണ്ടാകുമ്പോൾ ഭാവിയിലേക്ക് ഉണ്ടാവാൻ ഇടയുള്ള ആഘാതങ്ങളെക്കുറിച്ചൊക്കെ ഒരു വിശദമായ പഠനം ഒരുപക്ഷെ നടത്താൻ സാധ്യതയുണ്ട്. എന്തായാലും അതുവരെ പദ്ധതി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഇപ്പോൾ താൽക്കാലികമായാണ് ജീവനക്കാരെയൊക്കെ ക്യാമ്പുകളിലേക്കും മറ്റും മാറിയിരിക്കുന്നത്. പക്ഷേ അത് എത്ര നാൾ ആ രീതിയിൽ തുടരാൻ കഴിയും, എപ്പോൾ ഈ പദ്ധതി പുനരാരംഭിക്കും എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും നിലവിലെ ഘട്ടത്തിൽ ഇല്ല. ഇതാണ് ഇപ്പോൾ ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടത്. അപകടം ഒരു ഭാഗത്ത് വലിയ ഭീതി പരത്തുന്നുണ്ട്. ഇങ്ങനെ അപകടം തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു ഭാവി എന്താണ്, ഈ തുരങ്കപാതയുടെ ഭാവി എന്താണ് എന്ന ആശങ്ക ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ പദ്ധതി പ്രവർത്തനം ആരംഭിച്ച, നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെ എന്നതിലൊക്കെയാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.